ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഷ്കർ എന്നാണ്. നമ്മളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ടൂറിലാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് മുഴുവനും കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിലെ ടൂട്ടിങ് പോണ റൂട്ടിലാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും റോഡിൻ്റെ അവസ്ഥ എന്താണ്, ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് അറിയാൻ പറ്റും. റോഡൊക്കെ ഭയങ്കര സീനാണ് കേട്ടോ. നമ്മളിപ്പോൾ ടൂട്ടിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ മിഗിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ പോണ റൂട്ടാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ പോണ റൂട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇവിടുന്ന് ഇങ്ങനെ ഒലിച്ചൊലിച്ച് വന്നാണ്ടില്ലേ, ഇങ്ങനെ ഒലിച്ചൊലിച്ച് നേരെ ഇങ്ങോട്ട് വന്നിട്ട് റോഡ് മോശമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ JCB-കാരൻ നമുക്ക് വേണ്ടി ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഹായ് ഭയ്യ, आपका नाम क्या है? अच्छा, आप कहाँ से हो? असम. अच्छा, आप तो ग्रिफ में काम किया था ना? പുള്ളി ഗ്രിഫിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ, കോൺട്രാക്ട് ആയിട്ട്. അപ്പോൾ അത് ഇവിടെ റോഡ് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. यहाँ से कितना दूर कीचड़ होगा लगभग? इसके बाद और कीचड़ है. റോഡ് മൊത്തം സീനാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു പിടുത്തമില്ല കേട്ടാ. അല്ലല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വന്നെ കേട്ടാ. ഇനിയിപ്പോൾ മഴ ഒന്നും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഒലിച്ച് താഴെ വീഴും. റോഡ് ഇതിനേക്കാളും ഭയങ്കര മോശം കേട്ടാ. പക്ഷെ എന്നാലേ ഇത് നോക്കിയേ, വീണ്ടും വീണ്ടും ഒലിച്ച് വന്നെ കേട്ടാ. എൻ്റെ പൊന്നോ, പുള്ളി ഇത് കുറച്ചങ്ങ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് പറഞ്ഞോണ്ട്. അപ്പൊ ആള് വന്നത് കേട്ടാ. ഹായ് ഭയ്യ, आपका नाम क्या है? आपका नाम क्या है? मुकुट बड़ा अच्छा, थैंक यू भैया. जी. आप कहाँ से है? मैं केरला से हूँ. केरला से. आप थोड़ा साफ करने के लिए बहुत अच्छा होगा. ये ऊपर से बहुत गिरा होगा ना. ये बारिश का मौसम है इसलिए ऊपर से हटे बहुत നമ്മളെ ഒരു കണക്കിനായിട്ട് എടുത്തിട്ടുണ്ടാവുന്ന സൈക്കിൾ നോക്കിയേ, ഫുള്ള് ചെളിയിൽ കുടുങ്ങി ആകെ സീനായിപ്പോട്ടാ. ഒരു കണക്കിന് പുള്ളി സാഫ് ചെയ്ത് തന്നിട്ടുണ്ടത്. അത് കാരണം നമ്മൾ ഒരു കണക്കിന് രക്ഷപ്പെട്ടാ, അല്ലെങ്കിൽ സീനായിപ്പോനെ. ഇവിടെ റോഡിൻ്റെ പണി നടക്കണോണ്ട് ആകെ സീനാട്ടാ. മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കണേണ്. നമുക്ക് അധികം നേരം ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എപ്പോഴാണ് മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു പിടുത്തമില്ല. നമ്മൾ ഈ ഒരു റൂട്ട് നേരെ വേണം പോവാൻ കേട്ടാ. हाय, आपका नाम क्या है? शेखर. हाय, आपका नाम क्या है? राहुल. अच्छा, हाय भैया. इसका तो पहले मैं वीडियो किया था. आपका नाम क्या है? क्या? अच्छा, आप तो कहाँ से हो? मतलब मैं आंध्र प्रदेश. आंध्र में कहाँ? वैशाख में है ना? अच्छा, हाय भैया, आपका कहाँ से? बिहार में कहा? छपरा. अच्छा, छपरा भी गया मैं. और मिलने के लिए बहुत अच्छा होगा. ये खराब रास्ता में आने के टाइम आपको भी मिला. आपको कल मेरे को रुकने के लिए व्यवस्था वगैरह भी कर लिया. और थैंक यू सर, थैंक यू सो मच. और आगे का रास्ता कैसे हो थोड़ा बताएगा? 90% ओके. 90% ओके, 10% खराब है ना? അപ് ടു മിഗിൻ. ഓക്കെ, താങ്ക് യു. ഇതിപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണേട്ടാ. എൻ്റെ പൊന്നെ, നമ്മളെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് തള്ളി കയറ്റിക്കൊണ്ട് തന്നെയായിരുന്നട്ടാ. ആ ഒരു സമയത്താണ് ആ കല്ലും ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. പടച്ചോൻ്റെ ഭാഗ്യട്ടാ. അല്ലെങ്കിൽ പണിയായപ്പോൾ എൻ്റെ മക്കളെ സീനായനെ. ഞാനിങ്ങനെ തള്ളി ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. ആ സമയത്താണ് ഇതൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് പൊളിഞ്ഞ് വീണത്. എന്തോ ഒരു ഭാഗ്യട്ടാ, അല്ലെങ്കിൽ പണിയായപ്പോൾ തന്നെ. പക്ഷെ എൻ്റെ പൊന്നെ, ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഒന്നും വിചാരിക്കണം. നിങ്ങൾ ഈ ഒരു റൂട്ട് വന്നെയാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. മണ്ണിടിഞ്ഞ് വീഴും. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. റോഡ് കുറേയൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ കാണുന്ന ഇതൊക്കെയല്ലേ, ഈ കാണുന്ന മലയൊക്കെ, ഇതൊക്കെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റൂല എന്താണ് എങ്ങനെയാവും എന്നുള്ള രീതിയിലേ. ഇന്ന് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട്. നമ്മൾ വേർത്ത് കുളിച്ചിരിക്കുക. നിങ്ങൾ എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും. റോഡ് ഭയങ്കര സീനായിട്ടാ പലയിടത്തും. ഇപ്പോഴേ നല്ല റോഡ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ഞാൻ എനിക്കൊന്ന് കാണിച്ചു കേട്ടോ. ഇത് എനിക്ക് ഈ അടിയിലൊക്കെ ഫുള്ളി കാടും പെടലും കാണല്ലേ. പക്ഷെ ഇതൊക്കെ ശരിക്കും ഒരുപാട് കൃഷി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇത് നോക്കി വാഴത്തോപ്പുകളാണ് ഈ അടിയിൽ കാണുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ കൃഷിയാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ കൃഷി നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് സിയാങ് റിവർ കേട്ടോ. അതുപോലെ അവിടെ ഒരുപാട് കൃഷിയുണ്ട്, നെൽകൃഷി, അതുപോലെ സബ്ജി, പച്ചക്കറികൾ, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ചെറിയ ചെറിയ വീടുകളില്ലേ, ഇതിവിടെയുള്ള കൃഷിക്കാരൻ്റെ ചെറിയ ചെറിയ വീടുകളാണ്. അവർ റെസ്റ്റ് എടുക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി ഈ കൃഷി നോക്കിയെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ.
അടിയിലൂടെ എന്തോ ചെറിയ വെള്ളച്ചാട്ടം ഒഴുകണ്ടെന്ന് തോന്നണ്ട. അതിന് സൗണ്ട് കേൾക്കാൻ പറ്റാണ്ട് നല്ല കയറ്റമുണ്ട് കേട്ടോ അത്യാവശ്യം. ഞാനിങ്ങനെ തളർന്നിരിക്കണേ, അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത് സ്ഥലമായിരുന്നു. എന്താണല്ലേ അപകടം പിടിച്ച റോഡാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു റൂട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മൺസൂൺ ടൈമൊക്കെ നിങ്ങൾ യാത്ര ഒഴിവാക്കുക. കാരണം വളരെ ഡേഞ്ചറാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനി ആ മുന്നോട്ടുള്ള റൂട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര മോശമെന്ന് കുറേ പേര് പറയുന്നുണ്ട്, കുറേ പേര് പറയുന്നത് നല്ല റോഡാന്ന് പറയുന്നത്. ഇതിൽ ആര് പറയണേ വിശ്വസിക്കുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാട്ടെ. എനിക്ക് ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സീനാട്ടാ. ഇതും ഈ ഇടയ്ക്ക് എന്തോ എനിക്ക് തോന്നുന്നത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ വല്ല ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതായിരിക്കുള്ളൂ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ആയിരിക്കും. ഇത് കണ്ടില്ലേ, ഈ റൂട്ടിൽ ഇഷ്ടംമാതിരി സുമോ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വന്ന് ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഹോട്ടലുകൾ. നമ്മളിപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേട്ടാ. ഫുഡിന് എത്ര റേറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. നമ്മളപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കണേണ്. എൻ്റെ സൈക്കിൾ അവിടെ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഏരിയയിൽ ഈ കട അല്ലാണ്ട് വേറൊരു കടയില്ല. അപ്പം നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച്. ഏകദേശം 200 രൂപയുണ്ട് കേട്ടോ ഇവിടെ റേറ്റ് ഫുഡിനൊക്കെ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നേട്ടാ. ചോറുണ്ട്, പിന്നെ ഒരു സബ്ജി ഉണ്ട്, പിന്നെ പരിപ്പ് കറി ഉണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 30-something കിലോമീറ്റർ ഉണ്ട് കേട്ടോ. छोटा सा यूट्यूबर है। आदमी ज्यादा था ना, आदमी ज्यादा खत्म होगा पूरा। सब्जी है, क्या देगा? सब्जी है दूसरा, सब्जी भी खत्म हो खत्म होगा। वो क्या है दीदी? वो रास्ता बड़ा हो गया, आदमी ज्यादा हो गया ना। अच्छा, सब्जी और नहीं है? होगा ये देगा। अच्छा, ये कहेगा प्याज, प्याज प्याज कैसे का? मिर्चा കറിയെല്ലാം തീർന്നെന്നാ പറയണ. എനിക്ക് കറി തീർന്നിട്ട് ഇവിടെ കറി തീർന്നിട്ട് എനിക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയത് കൊണ്ടുവന്ന് തന്നെയുണ്ട്. കറി തീർന്നതാണ്ട പറഞ്ഞ. നല്ല വിശപ്പുണ്ട് കേട്ടോ. വിശന്ന് കൊല്ലിക്കണേ. താങ്ക് യു ദീദി. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. നല്ല പൈസ ഉണ്ട്, 200 രൂപയായി. പൈസ നോക്കിയില്ല കേട്ടാ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് മഴ പെയ്ത് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ മിക്കവാറും തന്നെ ചെയ്യും. റെയിൻകോട്ട് ഇരിപ്പുണ്ട്, റെയിൻകോട്ട് ഇടാല്ലേ. നമ്മൾ വന്ന റൂട്ടാണ് ഈ കാണുന്നത്. മഴ പെയ്യേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ. മഴ പെയ്യുന്നതോറും റോഡിൻ്റെ അവസ്ഥ ഭയങ്കര സീനാട്ടോ, പരിതാപകരമാണ്. അതുപോലെ നമുക്കിങ്ങനെ കയറി വേണം കേട്ടോ പോകാൻ. അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതാണ് ഈ കാണുക. ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ മേലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാവുമെന്ന് അറിയില്ല. ഇന്ന് എങ്ങനെയും മികിങ് എത്തണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ടെൻ്റ് അടിക്കാലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വില്ലേജൊന്നും ഇല്ലെങ്കിൽ ടെൻ്റ് അടിക്കാൻ പറ്റില്ല കേട്ടോ. ആകെ പെട്ടും. നമ്മുടെ ടെൻ്റാണ് ഈ കീറിപ്പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ കേട്ടോ. നമ്മളെ പോണ റൂട്ടിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ മോശം റോഡുകളുണ്ട്, അതേപോലെ നല്ല റോഡുകളുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാണ്ടല്ല. കാരണം ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിയേ, എപ്പോൾ വേണമെങ്കിലും മണ്ണിടിഞ്ഞ് വീഴാവുന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഞാൻ മണ്ണൊഴിക്കൊക്കെ പലതവണ എനിക്ക് പണിയിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ നേരത്തെ നമ്മുടെ വീഡിയോ, ഇതിൻ്റെ പുറകിലെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് മണ്ണൊഴിക്ക് പെട്ടെന്നാണ് അത് ഇടിഞ്ഞ് വീണത് കേട്ടോ. എൻ്റെ എന്തൊക്കെയോ ഭാഗം കൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ പറയാൻ പറ്റില്ലാട്ടെ എന്താ അവസ്ഥയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് അടുത്തേക്ക് പോകാൻ തന്നെ സത്യമായിട്ടും പേടിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കണേ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, മണ്ണിടിഞ്ഞ് വീണേക്കണേണ് ഇവിടെയൊക്കെ. അതുപോലെ ഈ ഭാഗത്തും അതുപോലെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണേക്കണേ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇത്ര നേരമായിട്ട് വണ്ടികളൊന്നും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നത് മിക്കവാറും റോഡ് ബ്ലോക്ക് ആയിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടേക്കണേന്നൊക്കെ ഉണ്ടാക്കിയേക്കണത്. സൈക്കിളിലെ അവസ്ഥ ചെളിഞ്ഞ് ചീഞ്ഞിരിക്കണേട്ടാ. അതുപോലെ തന്നെ ഈ എൻ്റെ ഇതില്ലേ, ഇത് ഒന്നാമത് നനഞ്ഞ് ചീഞ്ഞിരിക്കണേണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ മാറ്റാനേട്ടാ. നമ്മുടെ ഇതാണ് ജാക്കറ്റാണ്. ഇതിന് കഴുകി ഒന്ന് ഉണക്കാനുണ്ട്. അതുപോലെ എന്തൊക്കെയോ കഴുകി ഉണക്കാനുണ്ട് കേട്ടാ. ചില സ്ഥലത്തൊന്നും നമ്മുടെ സൈക്കിളെ ചവിട്ടി പോകാൻ പറ്റില്ല, തള്ളിക്കൊണ്ട് പോകണം. ഇത് നോക്കിയേ, ഇതാണ് അവസ്ഥ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാണ്ടല്ല, നമ്മൾ സഞ്ചരിക്കുന്ന റൂട്ടിനെ കുറിച്ചുള്ള എന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ പോയിട്ടാ. കാരണം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഈ ഒരു റൂട്ടിൽ. വണ്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കയറ്റാറുണ്ടാ, അല്ലെങ്കിൽ അവസാനം നമ്മുടെ സൈക്കിൾ സീനാവും. ആകെ ഇപ്പോൾ ഫ്രണ്ടിലെ കമ്പികളെല്ലാം പൊട്ടിയിരിക്കണേണ്. അറിയില്ല കേട്ടാ എന്ത് ചെയ്യുമെന്ന്. മഴയും പൊടിഞ്ഞിരിക്കണേണ്.
ഇത് കണ്ടില്ലേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാം, പിടുത്തമില്ല കേട്ടോ. എന്തായാലും ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കാട്ടാ, കാരണം ആ സൈഡ് ഭയങ്കര സീനാണ്. മിക്കവാറും കുഴിയൂന്ന് തോന്നണേ. കുഴപ്പമില്ല, സ്ട്രോങ്ങാ. ഒരാൾ വീഡിയോ എടുത്ത് തരാനുണ്ടായിരുന്നെങ്കിൽ എന്താണല്ലേ, നല്ല അടിപൊളിയായനെ. ഇങ്ങനെ 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 വേണം പോവാൻ. കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളൂ. എന്തായാലും ഇനി കുളിച്ച് കയറാം, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ കേട്ടോ. പിന്നോട്ട് എന്തായാലും നമ്മൾ പോകണില്ല. വരാനുള്ളത് പറഞ്ഞെടുത്ത് വെച്ച് കാണാം. ഒരു കണക്കിന് നമ്മുടെ ഈ ഒരു കടമ്പ കഴിഞ്ഞിട്ടാ. ഇനിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയും മികിങ് എത്താം. ഇപ്പോൾ മഴ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. ഇനി എന്തായാലും പോണ റൂട്ടിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള. ഇനി എന്തായാലും മികിങ്ങാ, നമ്മൾ എവിടെ എത്തുന്നോ അവിടെ എത്തണ വീഡിയോ ആയിരിക്കും ഇനി കാണിക്കാൻ പോണേട്ടാ. ഇപ്പോൾ ഇനിയിപ്പോൾ നനഞ്ഞ ഫോൺ ചീത്തയപ്പം ആകെ ഇടങ്ങേറായപ്പം. അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാട്ടാ. ഈ കാണുന്നതില്ലേ, ഇത് മികിങ്ങിലേക്ക് പോണ റൂട്ടാണ്. ഇതിവിടെ ഒരു പാറ പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ല, റോഡ് മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ്. ഇപ്പോൾ രണ്ടാമത് റോഡ് പണിതണ്ടിരിക്കണേട്ടാ. എന്നാൽ മാത്രമേ ഈ വണ്ടികൾ പോവുള്ളൂ. ഈ കാണുന്ന വണ്ടികൾ നോക്കിയേ, എല്ലാം ബ്ലോക്കായിട്ടിരിക്കണേട്ടാ. നമ്മളിവിടെ പെട്ടിരിക്കുകയാണ്. അവസാനം നമ്മളൊരു വണ്ടിയിൽ നമ്മുടെ സൈക്കിൾ കയറ്റിയേട്ടാ. ഇനി ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ആ കാണുന്ന നാട്ടം മികിങ് എന്ന് പറഞ്ഞ സ്ഥലം, അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ സാധനം ഒന്ന് ഓപ്പണായി കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളുൾപ്പെടെ ഒരുപാട് വണ്ടികൾ ഇവിടെ പെട്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ദിവസം എടുക്കാം, 2 ദിവസം എടുക്കാം അടുത്ത് പണിയാൻ വേണ്ടി. ഇത്രയും വണ്ടികൾ ഇവിടെ ബ്ലോക്കാണ് കേട്ടോ. നമ്മുടെ സൈക്കിള് ഇവിടെ ഒരു വണ്ടിയിൽ കയറ്റിയേക്കണേണ്. ഇല്ലേ, ഒരുപാട് വണ്ടി ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കണേണ്. ഇനി എപ്പോൾ തുറക്കുന്ന ഒരു പിടുത്തമില്ല കേട്ടോ. ഏകദേശം ഇരുട്ടി തുടങ്ങി. 6 മണി 6 ആയിട്ടാ. അപ്പോൾ 6 മണി 6 അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ, ഇഷ്ടംമാതിരി വണ്ടികളുണ്ട് കേട്ടോ. നമ്മുടെ സൈക്കിള് ഈ ഒരു വണ്ടിയിലാണ് വെച്ചേക്കണം. ഇത് നോക്കി, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കോട വന്നിട്ടുണ്ട്. ഇരുട്ടി തുടങ്ങി കേട്ടോ. വണ്ടിയിലാണ്ട് വെച്ചേക്കണം. കണ്ടില്ലേ, വണ്ടിയിൽ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ സീനാണ് മക്കളെ. ഹായ് ഭയ്യ, यार एक हाई करो लोग है। आपका नाम क्या है भैया? अच्छा, आप कहाँ से हो? असम से हूँ। अच्छा, थैंक यू भैया। आप ठीक है, आप लिफ्ट लेने के लिए तो मेरे को अच्छा होगा। थैंक यू। आपका चैनल का नाम क्या है? ट्रैवल बाय अस्कर, ट्रैवल बाय अस्कर. നമ്മളെ ഇപ്പോൾ ആ ഒരു ബ്ലോക്കിൽ നിന്നൊക്കെ ഇറങ്ങി ആകെ പെട്ടു കേട്ടോ. അവസാനം കിട്ടിയ ആ ഒരു വണ്ടിക്കാരൻ നമ്മൾ ഒടിച്ച്. കാരണം ആ ഒരു വണ്ടിയിൽ നമ്മൾ സൈക്കിൾ കയറ്റി പോറായപ്പോൾ ആൾ പറഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് പുള്ളിയുടെ വണ്ടി പോവില്ല, പുള്ളിക്ക് എന്തോ കോൾ വന്ന് റിട്ടേൺ പോകാൻ വേണ്ടി. അങ്ങനെ പുള്ളി റിട്ടേൺ പോകണമെന്ന് പറയും. ആ ഒരു സമയത്ത് ബ്ലോക്കൊക്കെ മാറി വണ്ടിയൊക്കെ എടുത്ത് എല്ലാ വണ്ടികളും, ഫ്രണ്ടിലുള്ള എല്ലാ വണ്ടികളും പോയി. കാരണം അവരെന്നോട് പറഞ്ഞു വേണേ എൻ്റെ വണ്ടിയിൽ നിൻ്റെ സൈക്കിൾ കയറ്റാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പുള്ളി വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആകെ പെട്ടു കേട്ടോ. അവസാനം പുള്ളി എന്നെ അവിടെ ഇറക്കി വിട്ട് ഞാനങ്ങനെ അവിടെ നിന്ന് സൈക്കിളും തള്ളിക്കൊണ്ട് ആ ഒരു ഇടയിൽ കൂടെ പോയേട്ടാ. പൊന്നോ, സത്യം പറഞ്ഞാൽ നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാട്ടാ. കാരണം മണ്ണിടിഞ്ഞ് വീണ്, നല്ല രീതിയിൽ ഇടിഞ്ഞു വന്നു. ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുത്തില്ല, കാരണം നന്ദി ചീഞ്ഞിരിക്കും. വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല അത്. കാരണം ഇത്രയും ഒരു അപകടം തന്നെ സ്ഥലത്ത് നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പോലും തോന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവസാനം മറ്റേ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് ആകെ ഇടങ്ങാറായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഗ്രിഫിൽ നമുക്ക് തങ്ങാനൊരു സ്ഥലം കിട്ടി കേട്ടോ. ഇതുണ്ടല്ലേ, നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നല്ല കിട്ടിയില്ല റൂം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഹീറ്ററുണ്ട്. ഹീറ്റർ ഇപ്പോൾ ഓഫായിട്ടാണ്, കാരണം കറണ്ട് പോയി. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നിട്ട് എൻ്റെ ഫോണൊക്കെ നനഞ്ഞ് ചീഞ്ഞ് അങ്ങനെ ഇടങ്ങറായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാത്റൂം സംവിധാനങ്ങളെല്ലാം സെറ്റാണ് കേട്ടോ. ഇവിടെ കുളിച്ച് ഫ്രഷായി നമ്മുടെ ഡ്രസ്സൊക്കെ എല്ലാം ഇവർ കഴുകാൻ വേണ്ടി കൊണ്ടുപോയിട്ടാ. ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞു. പക്ഷേ ഇവരെല്ലാ സാധനം കൊണ്ട് ഇവരെന്തോ വാഷിംഗ് മെഷീനിലിട്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ്. ഭയങ്കര ഇത് കിട്ടിയോണ്ട് വല്ലാത്തൊരു ഉപകാരപ്പോയി. കാരണം പുറത്ത് ഇപ്പോഴും നല്ല മഴയാണ്, നമുക്ക് എവിടെയും തങ്ങാൻ പറ്റില്ല. എൻ്റെ ടെൻറ്റൊക്കെയാണ് കീറിപ്പറഞ്ഞിരിക്കുന്നതാണ്. ഭാഗ്യത്തിന് ഇത് കിട്ടിയോണ്ട് വല്ലാത്ത ആശ്വാസമായി. എന്തായാലും വല്ലാത്തൊരു സന്തോഷം കേട്ടോ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കിട്ടുന്ന വീഡിയോ ഇട്ട് വരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഫുള്ള് നമ്മൾ വന്ന റൂട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്, നമ്മുടെ അനുഭവങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.